അറബിക്കടലിൻ്റെ വിരുമാറിലേക്ക് സൂര്യൻ മുഖം പൂഴ്ത്താൻ വെമ്പുന്ന സായാഹ്നം. പൊന്നാനി വെളിയങ്കോട് കടപ്പുറത്ത് തിരമാലകൾക്ക് വല്ലാത്തൊരു ഇരമ്പലായിരുന്നു. ആകാശത്ത് ചെഞ്ചായം പടർന്നിരുന്നു. പള്ളിയിലെ മിനാരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിൽ ഉപ്പുരസത്തിനൊപ്പം എന്തിൻ്റെയൊക്കെയോ നഷ്ടബോധം കലർന്നിരുന്നു. അസർ നമസ്കാരം കഴിഞ്ഞ് മഗ്‌രിബിലേക്കുള്ള കാത്തിരിപ്പിലായിരുന്നു പള്ളിമുറ്റം. പ്രായമായവർ വുളു എടുക്കുന്ന കുളക്കടവിൽ വർത്തമാനം പറയുകയായിരുന്നു. അപ്പോഴാണ് പള്ളിയുടെ കിഴക്കേ കവാടത്തിലൂടെ ആ 26കാരൻ അകത്തേക്ക് കടന്നു വന്നത്. നാട്ടുകാർക്ക് പരിചയമല്ലാത്ത മുഖം, ഗൾഫിലെ വെയിലേറ്റിട്ടും മായാത്ത തിളക്കമുള്ള നിറം, നെറ്റിയിൽ ഭസ്മത്തിന് മുകളിലായി ചാർത്തിയ ചന്ദനക്കുറി സായാഹ്ന വെളിച്ചത്തിൽ തെളിഞ്ഞു നിന്നു. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ഒരു ബാഗ്. അവൻ്റെ നടത്തത്തിന് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. വലിയൊരു കടൽ നീന്തിക്കയറിയവൻ്റെ തളർച്ച പോലെ. മുസ്ലിം പള്ളിപ്പറമ്പിലേക്ക് ഒരു അന്യമതസ്ഥനായ യുവാവ്, അതും സന്ധ്യാസമയത്ത് കടന്നു വന്നത് കണ്ടപ്പോൾ പ്രായമായവരുടെ സംസാരം നിലച്ചു. അവരുടെ കണ്ണുകളിൽ കൗതുകവും ഒപ്പം സംശയവും നിഴലിച്ചു. അവൻ ആരെയും നോക്കിയില്ല. നേരെ നടന്നത് പള്ളിയുടെ വടക്കേ മൂലയിലുള്ള പഴയ ഖബർസ്ഥാനിലേക്കാണ്. മീസാങ്കല്ലുകൾക്കിടയിലൂടെ പരിചയമുള്ള വഴിയിലൂടെ എന്ന പോലെ അവൻ നടന്നു. ഒടുവിൽ അധികം പഴക്കമില്ലാത്ത സിമന്റ് പൂശിയ ഒരു ഖബറിന് മുമ്പിൽ അവൻ നിശ്ചലനായി നിന്നു. അവിടെ ചെരുപ്പഴിച്ചു വെച്ച് ആ മണൽത്തരികളിൽ അവൻ മുട്ടുകുത്തി. ചുറ്റുമുള്ള ലോകം അവൻ മറന്നതുപോലെയായിരുന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ ആ ഖബറിലെ മണ്ണിൽ തൊട്ടു. പൊള്ളുന്ന ചൂടിലും അവനൊരു തണുപ്പ് അനുഭവപ്പെടുന്നതുപോലെ. പെട്ടെന്ന് അടക്കിപ്പിടിച്ചുള്ള ഒരു തേങ്ങൽ ആ ചെറുപ്പക്കാരനിൽ നിന്നും പുറപ്പെട്ടു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി ആ ഉണങ്ങിയ മണൽത്തരികളെ നനച്ചു. വുളു എടുക്കാൻ വന്ന ഉസ്താദും മറ്റു വിശ്വാസികളും ഈ കാഴ്ച കണ്ട് തരിച്ചു നിന്നു. പള്ളിയിലെ മൗലവി ചോദിച്ചു, ഇതാരാ ആ ചെറുപ്പക്കാരൻ? ഇസ്മായിൽ ഹാജിയുടെ ഖബറിന് മുമ്പിലിരുന്ന് കരയാൻ ഇങ്ങനൊരു ബന്ധു ഹാജിക്കുണ്ടോ? അറിയില്ല ഉസ്താദേ, ഹാജിയാരുമായി ഒരു ബന്ധവുമില്ലാത്ത കോലമാണല്ലോ. വല്ല പണം ഹാജി കൊടുക്കാനുണ്ടായിരുന്നോ ആവോ? ആരോ ഒരാൾ സ്വകാര്യം പറഞ്ഞു. സൂര്യൻ പൂർണ്ണമായും കടലിൽ താഴ്ന്നു. ബാങ്ക് വിളിക്ക് തൊട്ടുമുമ്പ് പരക്കുന്ന നിശബ്ദതയിൽ ആ യുവാവിൻ്റെ തേങ്ങൽ മാത്രം ആ പള്ളിപ്പറമ്പിൽ മുഴങ്ങിക്കേട്ടു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. പള്ളിയിലെ വിളക്കുകൾ ഓരോന്നോരോന്നായി അണഞ്ഞു തുടങ്ങി. നിലാവിൻ്റെ നേർത്ത വെളിച്ചം ഖബർസ്ഥാനിൽ പരന്നപ്പോൾ ഉസ്താദ് പതിയെ ആ ഖബറിലേക്ക് നടന്നു. കരിങ്കല്ലിൽ കൊത്തിയ മീസാങ്കലിലെ അക്ഷരങ്ങൾ ഇരുട്ടിൽ തെളിഞ്ഞു നിന്നു. ഇസ്മായിൽ ഹാജി. ഉസ്താദ് ആ പേരിനെ വെറുപ്പോടെ നോക്കി. ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറി. മഹലിലെ ഏറ്റവും വലിയ ധനികൻ, ഏക്കർ കണക്കിന് തെങ്ങിൻതോപ്പും അങ്ങാടിയിൽ വലിയ കെട്ടിടങ്ങളും സ്വന്തമായുള്ള മനുഷ്യൻ. പക്ഷേ അയാളുടെ മനസ്സ് പള്ളിപ്പറമ്പിലെ ഈ ഉണങ്ങിയ മണൽ പോലെ വരണ്ടതായിരുന്നു എന്ന് ഉസ്താദ് വിശ്വസിച്ചു. കഷ്ടം, ഉസ്താദ് മന്ത്രിച്ചു. മദ്രസയുടെ മേൽക്കൂര ചോർന്നൊലിച്ചപ്പോൾ സഹായം ചോദിച്ചു ചെന്ന കമ്മറ്റിക്കാരെ ആട്ടിയോടിച്ചവനല്ലേ ഇയാൾ? ഉമ്മറപ്പടിയിൽ വിശന്നു വന്ന യാചകരോട് പോലും പണിക്കുപോയി ജീവിക്കടാ എന്ന് ആക്രോശിച്ച ക്രൂരൻ. ഇസ്മായിൽ ഹാജിയുടെ മരണം നടന്ന ദിവസം ഉസ്താദ് ഓർത്തു. നാട്ടുകാരിൽ പലരും വന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് ആ പിശുക്കൻ പോയല്ലോ എന്ന ആശ്വാസം കൊണ്ടായിരുന്നു. മക്കളുപോലും സ്വത്തുക്കൾ വീതം വയ്ക്കുന്നതിനെ കുറിച്ചായിരുന്നു മയ്യത്ത് മഞ്ചലിനരികിൽ നിന്ന് സംസാരിച്ചത്. ആരും അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കണ്ണീര് പൊഴിച്ചില്ല. എന്നിട്ടും ഉസ്താദിൻ്റെ ചിന്തകൾ വൈകുന്നേരം വന്ന ആ ചെറുപ്പക്കാരനിലേക്ക് തിരിഞ്ഞു. ഒരു ഹൈന്ദവ യുവാവ്. അവൻ്റെ കണ്ണുകളിൽ കണ്ടത് അഭിനയമായിരുന്നില്ല, ഹൃദയം പൊട്ടുന്ന കരച്ചിലായിരുന്നു അത്. സ്വന്തം ചോരയിൽ പിറന്ന മക്കൾക്കറിയാത്തത്ര വേദനയോടെ ഒരു അന്യമതസ്ഥൻ എന്തിന് ഹാജിയാരുടെ ഖബറിൽ വീണു കരയണം? ഉസ്താദിൻ്റെ മനസ്സ് അസ്വസ്ഥമായ സംശയങ്ങളാൽ നിറഞ്ഞു. ഹാജി ഇനിയെന്തെങ്കിലും നിഗൂഢമായ ഇടപാടുകൾ ഇവനെ കുടുക്കിയിട്ടുണ്ടോ? പലിശയ്ക്ക് പണം കൊടുത്ത് ഇവൻ്റെ വീടും പറമ്പും എഴുതി വാങ്ങിയിട്ടുണ്ടാകുമോ? അതോ ആരുമറിയാത്ത വല്ല അവിഹിത ബന്ധങ്ങളും? കാറ്റിൽ മരച്ചില്ലകൾ ഉലയുന്ന ശബ്ദം മാത്രം. ഉസ്താദ് ഖബറിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു, ഹാജിയാരെ, ജീവിച്ചിരുന്നപ്പോൾ സമാധാനം കൊടുത്തിട്ടില്ല. മരിച്ചിട്ടും ഈ മണ്ണിൽ കിടന്ന് നിങ്ങൾ എന്താണ് ഒപ്പിക്കുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഉസ്താദ് പള്ളിയിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം അസർ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് അധികം വൈകാതെ ആ ചെറുപ്പക്കാരനെത്തി. ഇത്തവണ ഉസ്താദ് അവനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ഖബർസ്ഥാനിലേക്കുള്ള വഴികളിൽ വെളുത്ത ജുബ്ബയും തലപ്പാവും അണിഞ്ഞ് ഉസ്താദ് അവന് കുറുകെ നിന്നു. അവൻ നടത്തം നിർത്തി. ആദരവോടെ ഉസ്താദിനെ നോക്കി. നിൽക്ക്. ഉസ്താദിൻ്റെ ശബ്ദത്തിൽ അധികാരത്തിൻ്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഇത് 2ാം ദിവസമാണ് നീ ഇവിടെ വരുന്നത്. നിന്റെ വേഷവും ഭാവവും കണ്ടാൽ നീ ഇസ്ലാം മത വിശ്വാസിയല്ലെന്ന് വ്യക്തം. പിന്നെന്തിനാണ് നീ ഞങ്ങളുടെ പള്ളിപ്പറമ്പിൽ വരുന്നത്, അതും ഈ ഖബർസ്ഥാനിൽ?
ചുറ്റും കൂടി നിന്നവരും അത് ശ്രദ്ധിച്ചു. ഒരു നിമിഷം അവിടെ നിശബ്ദത തളം കെട്ടി. ഉസ്താദ് തുടർന്നു. അവിടെ കിടക്കുന്നത് ഇസ്മായിൽ ഹാജിയാണ്. ഈ നാട്ടുകാർക്ക് മൊത്തം വെറുക്കപ്പെട്ടവൻ, പിശുക്കൻ, അഹങ്കാരി, സ്വന്തം സമുദായത്തിന് പോലും ഗുണമില്ലാത്തവൻ. അങ്ങനെയൊരാളുടെ ഖബറിൽ വന്ന് കണ്ണീരൊഴുക്കാൻ മാത്രം എന്തു ബന്ധമാണ് നിനക്ക് അയാളുമായുള്ളത്? സത്യം പറ, ഹാജി നിന്റെ കുടുംബത്തെ വല്ല കടക്കണിയിലും കുടുക്കിയോ അതോ മറ്റെന്തെങ്കിലും? ഉസ്താദിൻ്റെ വാക്കുകൾ മുറിവേൽപ്പിക്കുന്നതായിരുന്നു. ഹാജിയോടുള്ള വെറുപ്പ് ആ വാക്കുകളിൽ മുഴച്ചു നിന്നു. ആ യുവാവ് പതുക്കെ തല ഉയർത്തി. അവൻ്റെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നുവെങ്കിലും നോട്ടത്തിൽ വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. അവൻ ഉസ്താദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇടറുന്ന ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. ഉസ്താദേ, നിങ്ങൾക്കയാൾ വെറും ഇസ്മായിൽ ഹാജി ആയിരിക്കാം, പിശുക്കനും അഹങ്കാരിയുമായിരിക്കാം, ഈ നാട്ടുകാർക്കയാൾ വെറുക്കപ്പെട്ടവനുമാകാം. പക്ഷേ അവൻ ഒരു നിമിഷം നിർത്തി ആ ഖബറിലേക്ക് നോക്കി കൈകൾ കൂപ്പി. പിന്നെ ശബ്ദമുയർത്തി പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ മണ്ണിൽ കിടക്കുന്നത് എൻ്റെ ദൈവമാണ് ഉസ്താദേ. അമ്പലത്തിലെ വിഗ്രഹത്തേക്കാൾ, ആകാശത്തിലിരിക്കുന്ന പടച്ചവനേക്കാൾ ഞാൻ കണ്ട അല്ലെങ്കിൽ അനുഭവിച്ച ദൈവം. ഉസ്താദ് ഞെട്ടിപ്പോയി. ദൈവമോ? ഈ മനുഷ്യനെ നീ ദൈവം എന്ന് വിളിക്കുന്നോ? അതെ, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. വിശപ്പിന് ജാതിയില്ലെന്നും കണ്ണീരിന് മതമില്ലെന്നും മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്നും എന്നെ പഠിപ്പിച്ചത് ഇവിടെ കിടക്കുന്ന ഈ മനുഷ്യനാണ്. എൻ്റെ അമ്മയുടെ ജീവനും എൻ്റെ സഹോദരിയുടെ മാനവും എൻ്റെ ജീവിതവും എല്ലാം ഈ മണൽത്തരിക്കുള്ളിൽ ഉറങ്ങുന്ന ആ ആത്മാവിൻ്റെ ഭിക്ഷയാണ്. അവൻ്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ഉസ്താദിൻ്റെയും കൂടി നിന്നവരുടെയും ഹൃദയത്തിൽ പതിച്ചു. അനന്തൻ്റെ കണ്ണുകൾ ഭൂതകാലത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിലേക്ക് സഞ്ചരിച്ചു. അവൻ്റെ ശബ്ദം വിറച്ചു തുടങ്ങി. 12 വർഷം മുമ്പ് ഞാനും എൻ്റെ അനിയത്തിയും സ്കൂളിൽ പഠിക്കുന്ന കാലം. അച്ഛനായിരുന്നു ഞങ്ങളുടെ ലോകം. പക്ഷേ ക്യാൻസർ എന്ന മഹാരോഗം ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളെ കാർന്നു തിന്നു. അച്ഛൻ്റെ ചികിത്സയ്ക്കായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റു. ഒടുവിൽ കടം മാത്രം ബാക്കിയാക്കി അച്ഛൻ യാത്രയായി. ഞങ്ങളെ അനാഥരാക്കി. അവനൊരു ദീർഘനിശ്വാസമെടുത്തു. കടക്കാരുടെ ശല്യം, പട്ടിണി, ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ എൻ്റെ അമ്മ പല വീടുകളിലും പണിക്ക് പോയി. അതിലൊന്ന് ഈ ഹാജിയാരുടെ വലിയ വീടായിരുന്നു. ഹാജിയാരെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. എപ്പോഴും ഗൗരവമുള്ള മുഖം. അമ്മയോട് പോലും അദ്ദേഹം അധികം സംസാരിച്ചിട്ടില്ല. പക്ഷേ വിധി ഞങ്ങളെ വെറുതെ വിട്ടില്ല. ഒരു മഴക്കാലത്ത് ഹാജിയാരുടെ വീടിൻ്റെ പിൻവശത്തെ പായൽ പിടിച്ച പടവുകളിൽ വെച്ച് അമ്മ തെന്നി വീണു. ആ വീഴ്ച ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് ഒടിച്ചത്. അമ്മ കിടപ്പിലായി. എഴുന്നേൽക്കാൻ പോലും ആകാതെ വേദന കൊണ്ട് പുളയുന്ന അമ്മ. അതാണ് ഞാൻ കണ്ടത്. ഇതെല്ലാം കൂടി നിന്നവർ ശ്വാസമടക്കി പിടിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ തുടർന്നു. അതോടെ ഞങ്ങളുടെ കുടിലിൽ അടുപ്പ് പുകയാതെയായി. മരുന്നിന് പണമില്ല, ഭക്ഷണത്തിന് വകയില്ല. സ്കൂളിൽ പോക്ക് നിന്നു. അയൽപക്കങ്ങളിൽ നിന്ന് ആദ്യം സഹായം കിട്ടിയെങ്കിലും പിന്നീട് അവരും മുഖം തിരിച്ചു. കടക്കാരുടെ വീടാണ്, അങ്ങോട്ട് പോകേണ്ട എന്ന് ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. 3 ദിവസമായി പച്ചവെള്ളം മാത്രം കുടിച്ച് കഴിയുന്ന അവസ്ഥ. അനിയത്തി വിശന്ന് കരഞ്ഞ് തളർന്നുറങ്ങി. അമ്മയുടെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ടത് മരണത്തിൻ്റെ നിഴലായിരുന്നു. അന്ന് രാത്രി പുറത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് അമ്മ എന്നെയും അനിയത്തിയെയും ചേർത്തു പിടിച്ച്. അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ കുപ്പിയുണ്ടായിരുന്നു. വിഷമാണ്. ഞങ്ങളുടെ വിശപ്പിനും വേദനയ്ക്കും എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള മരുന്ന്. അന്ന് രാത്രി ഞങ്ങൾ മരിക്കാനായി തീരുമാനിച്ചു. അനന്തൻ തുടർന്നു. അന്ന് രാത്രി കാറ്റും മഴയും വീടിൻ്റെ മേൽക്കൂര പറിച്ചു കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ ഭയന്നു. അകത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ 3 പേരും കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. വിഷക്കുപ്പി തുറക്കാൻ അമ്മ കൈയുയർത്തിയ നിമിഷം പെട്ടെന്ന് വാതിൽ ഒരു മുട്ട് കേട്ടു. കനത്ത ശബ്ദം. ഞങ്ങൾ ഞെട്ടിവിറച്ചു. ഈ പാതിരാത്രിയിൽ ആരാണ്? വീട് ജപ്തി ചെയ്യാൻ വന്ന ബാങ്കുകാരാണോ അതോ പണം കൊടുക്കാനുള്ള ആരെങ്കിലുമാണോ? അമ്മ വിഷക്കുപ്പി വേഗം പായ്ക്കുള്ളിൽ ഒളിപ്പിച്ചു. പേടിച്ച് വിറച്ച് ഞാൻ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരു വലിയ മിന്നൽ പിണർപ്പ് ആകാശത്തെ കീറി മുറിച്ചു. ആ വെളിച്ചത്തിൽ വാതിൽക്കൽ ഒരു രൂപം. ഇസ്മായിൽ ഹാജി. കുട പോലുമില്ലാതെ മഴയത്ത് നനഞ്ഞു കുതിർന്ന വേഷത്തിൽ ഒരു വലിയ മല പോലെ അദ്ദേഹം നിൽക്കുന്നു. ഞാൻ ഭയന്ന് പിന്നോട്ടു മാറി. അമ്മ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് പുളഞ്ഞു. ഹാജി കൈയുയർത്തി വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. അദ്ദേഹം അകത്തേക്ക് കയറി. ആ ഓലക്കുടിലിൽ അദ്ദേഹത്തിൻ്റെ തല തട്ടുമായിരുന്നു. മഴവെള്ളം അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്നും ജുബ്ബയിൽ നിന്നും തറയിലേക്ക് ഉറ്റിറ്റു വീണു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ചുറ്റും നോക്കി. അടുപ്പിലെ കെട്ടത്തി, ഞങ്ങളുടെ മെലിഞ്ഞ ശരീരങ്ങൾ, മൂലയിൽ കൂട്ടിയിട്ട കീറിയ വസ്ത്രങ്ങൾ എല്ലാം ആ കണ്ണുകൾ ഒപ്പിയെടുത്തു. ആ നോട്ടം പായക്കടിയിൽ ഒളിപ്പിച്ച വിഷക്കുപ്പിയിൽ പതിഞ്ഞോ എന്ന് ഞാൻ സംശയിച്ചു. ഒടുവിൽ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി കനത്ത ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, സുധേ, നീ എന്തായി ചെയ്യാൻ പോകുന്നേ?
അള്ളാഹു തന്ന ജീവൻ പാതി വഴിയിൽ കളയാൻ നിനക്കെന്താ അധികാരം? മക്കളെ പെരുവഴിയിലാക്കി പോകാൻ മാത്രം ഭീരുവാണോ നീ? അമ്മ പൊട്ടിക്കരഞ്ഞു. ഹാജി തൻ്റെ ജുബ്ബയുടെ ഉള്ളിലെ പോക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു കെട്ടെടുത്തു. നനയാത്ത ആ പൊതി അദ്ദേഹം അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് പണമാണ്, കുറച്ചു രൂപയുണ്ട്. നിന്റെ നടുവിൻ്റെ ചികിത്സയ്ക്കും ഇവരുടെ പഠിപ്പിനും. അമ്മ വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങിച്ചു. ഹാജിയാരെ, ഇത് ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ. നിർത്തൂ. ഹാജിയാരുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഇത് കടമല്ല, ദാനവുമല്ല, നിന്റെ മക്കൾക്കുള്ള അവകാശമാണ്. ഇവർ പഠിക്കണം, നിനക്ക് എഴുന്നേൽക്കണം. പക്ഷേ അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചു. ഒരു കൈവിരൽ ഉയർത്തി അദ്ദേഹം പറഞ്ഞു, സുധേ, ഒരു വാക്ക് തരണം. ഞാനിവിടെ വന്നതും ഇത് തന്നതും ഞാനും നീയുമല്ലാതെ മറ്റാരും അറിയരുത്. എൻ്റെ മക്കൾ പോലും അറിയരുത്. എൻ്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാൻ പാടില്ല. നാട്ടുകാർ എന്നെ പിശുക്കനെന്നോ അഹങ്കാരിയെന്നോ വിളിച്ചോട്ടെ, അതാണ് എനിക്കിഷ്ടം. ആരും എന്നെ പുകഴ്ത്തരുത്. ഇത് എൻ്റെയും പടച്ചവൻ്റെയും ഇടയിലുള്ള കാര്യമാണ്. ഞങ്ങൾ തലയാട്ടി. ആ രാത്രി അദ്ദേഹം തിരികെ ഇറങ്ങി നടന്നു ഇരുട്ടിലേക്ക്. ഒരു മിന്നൽ വെളിച്ചത്തിൽ അദ്ദേഹം പടിപ്പുര കടക്കുന്നത് ഞങ്ങൾ നോക്കി നിന്നു. ആ പോക്കിൽ അദ്ദേഹം ഞങ്ങളുടെ ദാരിദ്ര്യവും കണ്ണീരും കൂടി കൊണ്ടുപോയി. പകരം തന്നത് പ്രത്യാശയായിരുന്നു. അനന്തൻ്റെ മുഖത്തിപ്പോൾ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ഇരുണ്ട കാർമേഘങ്ങൾ മാറി വെയിൽ പരക്കുന്നത് പോലെ. പിന്നീട് സംഭവിച്ചത് അത്ഭുതങ്ങളായിരുന്നു ഉസ്താദെ. ഹാജി നൽകിയ പണം വെറും കടലാസുകളായിരുന്നില്ല, ഞങ്ങളുടെ ചിറകുകളായിരുന്നു. അമ്മയെ ഞങ്ങൾ നല്ലൊരു ആശുപത്രിയിൽ കാണിച്ചു. മാസങ്ങൾ നീണ്ട ചികിത്സ. ആ സമയത്തൊക്കെയും കൃത്യമായ ഇടവേളകളിൽ ആരുടെയൊക്കെയോ കൈകളിൽ ഞങ്ങൾക്ക് സഹായം എത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അമ്മ സ്വന്തം കാലിൽ എഴുന്നേറ്റു നിന്നു. അമ്മയുടെ മുഖത്തെ ആ ചിരി, അത് ഹാജി തന്നതായിരുന്നു. ഞാൻ പഠിച്ചു, വെയിലും മഴയും അറിയാതെ. ഹാജി നൽകിയ തണലിൽ ഞാൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി. എൻ്റെ അനിയത്തി, അവൾക്കിപ്പോൾ ജർമ്മനിയിലാണ് ജോലി. കഴിഞ്ഞ ദിവസം അവൾ വീഡിയോ കോളിൽ മഞ്ഞു പെയ്യുന്ന അവളുടെ ആശുപത്രി വരാന്ത കാണിച്ചു തന്നപ്പോൾ ഞാൻ ഓർത്തത് ചോർന്നൊലിക്കുന്ന ഞങ്ങളുടെ പഴയ ഓലക്കുടിലാണ്. എനിക്ക് ദുബായിലാണ് ജോലി. AC മുറിയിലിരുന്ന് ജോലി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് പലപ്പോഴും ഹാജിയാരുടെ ആ പഴയ സന്ദർശനത്തിലേക്ക് പോകും. ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മ എന്നോട് പറഞ്ഞത് എന്താണെന്നോ? മോനെ, ഇതിൻ്റെ ഒരു പങ്ക് പാവങ്ങൾക്ക് കൊടുക്കണം. ഹാജിയാർ നമ്മളോട് ചെയ്തത് നമ്മൾ മറ്റുള്ളവരോടും ചെയ്യണമെന്ന്. ഞങ്ങളുടെ പുതിയ വീട്ടിലെ പൂജാമുറിയിൽ ശ്രീകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ചിത്രങ്ങൾക്കിടയിൽ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോയുണ്ട്. തലയിൽ കെട്ടും ഗൗരവമുള്ള മുഖവുമുള്ള ഇസ്മായിൽ ഹാജിയുടെ ചിത്രം. ദിവസവും രാവിലെ അമ്മ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തൊഴുന്നത് ആ ചിത്രത്തിന് മുമ്പിലാണ്. കണ്ണന് മുൻപേ ഞങ്ങളുടെ വിളി കേട്ട ദൈവം എന്നാണ് അമ്മ ഹാജിയെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹം വെറുമൊരു മനുഷ്യനല്ല ഉസ്താദെ. ജാതിയോ മതമോ നോക്കാതെ, ഒരപേക്ഷയും കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്ക് വെളിച്ചമായി വന്ന പ്രവാചകനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മണൽത്തരികൾക്കിടയിൽ കിടക്കുന്നത് എൻ്റെ ദൈവമാണെന്ന്. അനന്തൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ചുറ്റും കൂടി നിൽക്കുന്നവർക്കിടയിൽ കനത്ത നിശബ്ദത. കാറ്റിനു പോലും വേഗത കുറഞ്ഞതുപോലെ. അനന്തൻ ഒന്ന് നിർത്തി. കടൽക്കാറ്റ് അവൻ്റെ മുടിയിഴകളെ പറത്തി. അവൻ നെടുവീർപ്പിട്ടു. ഉസ്താദെ, ഹാജിയാർ മരിച്ച വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ദുബായിലായിരുന്നു. അന്ന് തന്നെ ലീവെടുത്ത് കിട്ടിയ ആദ്യത്തെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് തിരിച്ചു. എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ച് ഇങ്ങോട്ട് പായുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. ആ മുഖം അവസാനമായി ഒന്ന് കാണാൻ കഴിയണമെന്ന്. പക്ഷേ അവൻ വിതുമ്പി. ഞാൻ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കബറടക്കം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയിരുന്നു. ഈ മണൽക്കൂനയ്ക്ക് മുന്നിൽ നിൽക്കാനേ എനിക്ക് യോഗമുള്ളൂ. എൻ്റെ ജീവിതം കാണാൻ, എൻ്റെ വിജയം കാണാൻ, എൻ്റെ നന്ദി കേൾക്കാൻ അദ്ദേഹം കാത്തുനിന്നില്ല. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് പഴകിയ ഒരു ഡയറിക്കുറിപ്പ് പുറത്തെടുത്തു. ഇത് ഹാജിയാർ ഒരിക്കൽ എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ ജോലി കിട്ടി പോകുന്നതിന് മുമ്പ്. ഇതിൽ കണക്കുകളുണ്ട്. പലിശയുടെയോ കച്ചവടത്തിൻ്റെയോ കണക്കല്ല, പുണ്യത്തിൻ്റെ കണക്കുകൾ. അവൻ ആ ഡയറി ഉസ്താദിന് നേരെ നീട്ടി. ഉസ്താദ് വിറക്കുന്ന കൈകളോടെ അത് വാങ്ങി. അതിൽ നിറയെ പേരുകളാണ്. ഉസ്താദിന് പരിചയമുള്ള പലവിധ അസുഖങ്ങളുള്ളവർ, വിധവകൾ, നിർധരരായ വിദ്യാർത്ഥികൾ. ഇസ്മായിൽ ഹാജി സഹായിച്ചത് തൻ്റെ കുടുംബത്തെ മാത്രമല്ല ഉസ്താദെ. മലപ്പുറത്തും കോഴിക്കോടുമുള്ള 3 അനാഥാലയങ്ങളിലായി 138 കുട്ടികൾ. അവരുടെ ഭക്ഷണം, വസ്ത്രം, പഠനം, ഇതിനെല്ലാം പണം നൽകിയിരുന്നത് ഈ പിശുക്കനായിരുന്നു. ഓരോ മാസവും കൃത്യമായി മണി ഓർഡറുകൾ പോകും. പക്ഷേ അയക്കുന്ന ആളുടെ സ്ഥാനത്ത് പേരുണ്ടാകില്ല, വെറുമൊരു വിലാസം മാത്രം. ഉസ്താദ് ആ താളുകൾ മറിച്ചു നോക്കി. ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കുകൾ, എല്ലാം രഹസ്യമായി നൽകപ്പെട്ടവ. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹാജിയാരെ, നാട്ടുകാർക്ക് നിങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നത്? പിശുക്കനെന്നും ഹൃദയമില്ലാത്തവനും എന്ന്. നിങ്ങൾക്കെന്താ ഈ കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞാലെന്ന്? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
മറുപടി എൻ്റെ കാതുകളിൽ ഇപ്പോഴും അത് മുഴങ്ങുന്നുണ്ട്. അനന്ത, ഞാൻ ദാനം ചെയ്യുന്നത് ആളുകൾ അറിഞ്ഞാൽ അവർ എന്നെ ബഹുമാനിക്കും, പുകഴ്ത്തും. അപ്പോഴെൻ്റെ മനസ്സിൽ അഹങ്കാരം വരും. പടച്ചവനേറ്റവും വെറുപ്പുള്ള കാര്യമാണ് അഹങ്കാരം. അതുകൊണ്ട് അവർ എന്നെ പിശുക്കൻ എന്ന് വിളിക്കട്ടെ, എന്നെ ചീത്ത വിളിക്കട്ടെ. എൻ്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടത് പടച്ചവനോടാണ്, നാട്ടുകാരോടല്ല. നാളെ മഹിഷറയിൽ വെച്ച് എൻ്റെ റബ്ബ് എന്നെ ചേർത്തു പിടിച്ചാൽ മതി. ദുനിയാവിലെ പേര് എനിക്കെന്തിനാ? അനന്തൻ്റെ വാക്കുകൾ കേട്ട് ഉസ്താദ് തരിച്ചുപോയി. കയ്യിലിരുന്ന ഡയറി അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുമെന്ന് തോന്നി. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ മനുഷ്യൻ്റെ ഹൃദയമിടിപ്പുകൾ ആ താളുകളിലുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഈ അനാഥാലയങ്ങളിൽ അന്ന് പട്ടിണിയായിരുന്നു ഉസ്താദെ. ആ കുഞ്ഞുങ്ങൾ കരഞ്ഞ കരച്ചിൽ അത് ഈ നാട്ടുകാർ കേട്ടില്ല. കാരണം അവർക്ക് ഹാജി വെറുമൊരു പിശുക്കൻ മാത്രമായിരുന്നു. അനന്തൻ പറഞ്ഞു നിർത്തി. ഉസ്താദിൻ്റെ തൊണ്ട വരണ്ടു. കുറ്റബോധത്തിൻ്റെ വലിയൊരു ഭാരം അദ്ദേഹത്തിൻ്റെ നെഞ്ചിലമർന്നു. ഉസ്താദിൻ്റെ കൈകൾ വിറച്ചു. ആ ഡയറിയിലെ കണക്കുകൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചു. വെറും അക്കങ്ങളല്ല, ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശപ്പും കണ്ണീരും തുടച്ച പുണ്യത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളായിരുന്നു അത്. അദ്ദേഹം ഓർത്തുപോയി. പള്ളി കമ്മിറ്റി മീറ്റിങ്ങുകളിൽ ഹാജിയെ കുറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ. ഈ ഹാജിയാർ വിചാരിച്ചാൽ നമ്മുടെ പള്ളിക്ക് സ്വർണം കൊണ്ട് താഴികക്കുടം പണിയാം, പക്ഷേ അയാൾ കൈയിട്ടാൽ ഇറക്കില്ല എന്ന് താൻ തന്നെ പരിഹസിച്ചിട്ടുണ്ട്. ഒരിക്കൽ പള്ളിയുടെ മുൻവശം മാർബിൾ വിരിക്കാൻ പിരിവിന് ചെന്നപ്പോൾ ഹാജി പറഞ്ഞത് ഉസ്താദിൻ്റെ കാതിൽ മുഴകി. ഉസ്താദെ, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവൻ്റെ കാല് പൊള്ളാതിരുന്നാൽ പോരെ, മാർബിൾ വിരിച്ചാൽ പടച്ചവന് കൂടുതൽ ഇഷ്ടാവോ? ആ പൈസയ്ക്ക് വല്ലവൻ്റെയും വയറ് നിറച്ചുകൂടെ? അന്നത് പിശുക്കൻ്റെ ന്യായീകരണമായി തോന്നി. ഇന്നതിൻ്റെ അർത്ഥം പൊള്ളുന്ന സത്യമായി നെഞ്ചിൽ തറച്ചു. അള്ളാഹുവേ! ഉസ്താദ് ആകാശത്തേക്ക് നോക്കി കൈകൾ ഉയർത്തി. ഞാൻ പരാജയപ്പെട്ടുപോയി. മതപണ്ഡിതനായ ഞാൻ വെളുത്ത വസ്ത്രത്തിനുള്ളിലെ കറുത്ത മനസ്സ് കാണാതെ, കറുത്ത തുണിക്കുള്ളിലെ വെളുത്ത ഹൃദയം കാണാതെ പോയി. തൻ്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന അനന്തനെ ഉസ്താദ് നോക്കി. ഒരു അന്യമതസ്ഥനായ യുവാവ് വേണ്ടി വന്നു തനിക്ക് ഇസ്മായിൽ ഹാജി എന്ന മനുഷ്യനെ മനസ്സിലാക്കി തരാൻ. ഹാജി പള്ളിക്കുള്ളിൽ വന്ന് മുൻനിരയിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല, മതപ്രസംഗം നടത്തിയിട്ടില്ല. പക്ഷേ പടച്ചവൻ പറഞ്ഞ യഥാർത്ഥ മതം അയാൾ ജീവിക്കുകയായിരുന്നു. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന പ്രവാചക വചനം അക്ഷരാർത്ഥത്തിൽ പാലിച്ച മനുഷ്യൻ. നാട്ടുകാർ മുഴുവൻ തന്നെ വെറുക്കുമ്പോഴും ആ വെറുപ്പൊരു പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. രഹസ്യമായി സ്വർഗം പണിത മനുഷ്യൻ. ഉസ്താദ ഖബറിലെ മണ്ണിൽ തൊട്ടു. ഇത് വെറുമൊരു മണ്ണല്ല, പുണ്യം ചെയ്തവൻ്റെ നെഞ്ചിലെ ചൂടാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ ആ മണ്ണിൽ വീണു. ഹാജിയാരെ, ഞങ്ങളോട് ക്ഷമിക്കണം. പുറമോടി കണ്ട് വിധിക്കുന്ന, പണത്തിൻ്റെ വലിപ്പം കണ്ട് ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ഈ പൊട്ട കണ്ണുകൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വെളിച്ചം കാണാൻ കഴിയാതെ പോയി. നിങ്ങൾ ജയിച്ചു, ഞങ്ങൾ തോറ്റു. കാറ്റ് വീശിക്കൊണ്ടിരുന്നു. പള്ളിയിലെ മൈക്കിലൂടെ ബാങ്ക് വിളി ഉയർന്നു. അല്ലാഹു അക്ബർ. ആ വിളിക്ക് ഇന്ന് വല്ലാത്തൊരു അർത്ഥമുണ്ടെന്ന് ഉസ്താദിന് തോന്നി. വലുത് പണമല്ല, അധികാരമല്ല, മനുഷ്യപ്പറ്റുള്ള മനസ്സാണ്. ഉസ്താദ് എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖത്തിപ്പോൾ വലിയൊരു തീരുമാനത്തിൻ്റെ തെളിച്ചമുണ്ടായിരുന്നു. ഈ സത്യം ഇത് ഈ മണ്ണിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഇത് എല്ലാവരും അറിയണം. നാളെ വെള്ളിയാഴ്ചയാണ്. ജുമുഅക്ക് കൂടുന്ന ജനക്കൂട്ടത്തോട് തനിക്ക് ചിലത് പറയാനുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ ബാങ്ക് വിളിച്ചു. പള്ളിയിൽ പതിവിലും തിരക്കുണ്ടായിരുന്നു. മഹലിലെ ജനങ്ങളെല്ലാം ഒത്തുകൂടിയിരുന്നു. പ്രസംഗപീഠത്തിന് അരികിൽ ഉസ്താദ് ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം വിളറിയിരുന്നു, കണ്ണുകൾ കലങ്ങിയിരുന്നു. നമസ്കാരത്തിന് മുമ്പ് അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ പള്ളിയിൽ നിശബ്ദത പരന്നു. പതിവ് മതപ്രസംഗം പ്രതീക്ഷിച്ച ജനങ്ങൾക്ക് മുന്നിലേക്ക് ഉസ്താദ് തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പഴയ ഡയറി പുറത്തെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദിൻ്റെ ശബ്ദം മൈക്കിലൂടെ വിറച്ചു കേട്ടു. ഇന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പരാജയപ്പെട്ട മനുഷ്യനായിട്ടാണ്. മതപണ്ഡിതൻ എന്ന അഹങ്കാരം കൊണ്ട് കണ്ണുപൊട്ടിയ ഒരു പാപിയായിട്ടാണ്. ജനക്കൂട്ടം അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഉസ്താദ് തുടർന്നു. നമ്മളെല്ലാവരും കൂടി വിധിയെഴുതിയ ഒരു മനുഷ്യനായിരുന്നു ഈ നാട്ടിൽ. പിശുക്കനെന്നും അഹങ്കാരിയെന്നും പള്ളിക്ക് കാശു തരാത്തവൻ എന്നും നമ്മൾ വിളിച്ച ഇസ്മായിൽ ഹാജി. ആ പേര് കേട്ടപ്പോൾ പലരുടെയും മുഖത്തൊരു പരിഹാസം വിരിഞ്ഞു. എന്നാൽ ഉസ്താദിൻ്റെ ശബ്ദം കനത്തു. അള്ളാഹുവിൻ്റെ സത്യം, നമ്മളെല്ലാവരും തോറ്റുപോയി സഹോദരങ്ങളെ. പള്ളിക്ക് മാർബിൾ വിരിക്കാൻ പണം തരാത്ത ഹാജി, പക്ഷേ ആരും കാണാതെ പാവപ്പെട്ടവൻ്റെ കുടിലിൽ അടുപ്പ് പുകച്ചു. മദ്രസയ്ക്ക് പെയിൻ്റ് അടിക്കാൻ കാശ് തരാത്ത ഹാജി, നൂറുകണക്കിന് അനാഥ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്തു. ഉസ്താദ ഡയറി ഉയർത്തിക്കാട്ടി. ഇതിലുണ്ട് ഹാജി ചെയ്ത പുണ്യങ്ങളുടെ കണക്ക്. ഇത് പണത്തിൻ്റെ കണക്കല്ല, കണ്ണീരിൻ്റെ കണക്കാണ്. നമ്മൾ അയാളെ ചീത്ത വിളിച്ചപ്പോൾ അയാൾ അത് കേട്ട് പുഞ്ചിരിച്ചു. കാരണം നമ്മുടെ കയ്യടിയേക്കാൾ അയാൾ ആഗ്രഹിച്ചത് പടച്ചവൻ്റെ തൃപ്തിയായിരുന്നു. ഉസ്താദ് അനന്തൻ്റെ കഥ പറഞ്ഞു.
ആ ഹൈന്ദവ കുടുംബത്തിന് ഹാജി നൽകിയ കാവലിനെക്കുറിച്ച്, ആ അനാഥാലയങ്ങളിലെ പിഞ്ചു കുഞ്ഞുങ്ങളെക്കുറിച്ച്. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ പ്രസംഗിച്ചു. പക്ഷേ ഹാജി അത് ജീവിച്ചു കാണിച്ചു. നമ്മൾ പുറമോടി മിനുക്കി നടന്നപ്പോൾ അയാൾ ഉള്ളം വെളുപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കബറിൽ കിടക്കുന്നത് ഒരു പിശുക്കനല്ല, പടച്ചവൻ്റെ പുണ്യാത്മാക്കളിൽപ്പെട്ട ഒരാളാണ്. ഉസ്താദ് വിതുമ്പിപ്പോയി. അത് മൈക്കിലൂടെ പള്ളിയാകെ മുഴങ്ങി. കൂടിയിരുന്നവരിൽ പലരും തലകുനിച്ചു. അഹങ്കാരി എന്നവർ കരുതിയ മനുഷ്യൻ്റെ മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. കവലയിൽ വെച്ച് പരിഹസിച്ചവർ, സഹായം ചോദിച്ച് ചെന്നിട്ട് കിട്ടിയില്ലെന്ന് പരാതി പറഞ്ഞവർ, എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. പള്ളിയുടെ പിന്നിൽ തൂണിന് മറവിലായി നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട അനന്തൻ എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്താദ് കൈകൾ രണ്ടും ആകാശത്തേക്കുയർത്തി, യാ അല്ലാ, ഞങ്ങൾ തോറ്റുപോയി. ഹാജിയാരോട് ഞങ്ങൾക്ക് മാപ്പ് ചോദിക്കാൻ കഴിഞ്ഞില്ല. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ആ പള്ളിയിൽ അന്ന് മുഴങ്ങിയ ആമീൻ വിളിക്ക് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. അത് വെറുമൊരു പ്രാർത്ഥനയായിരുന്നില്ല, ഒരു നാടിൻ്റെ മുഴുവൻ പശ്ചാത്താപമായിരുന്നു. അന്ന് വൈകുന്നേരം ഇസ്മായിൽ ഹാജിയുടെ ഖബറിന് ചുറ്റും വല്ലാത്തൊരു തിരക്കായിരുന്നു. ഉസ്താദിൻ്റെ പ്രസംഗം ഒരു കാട്ടുതീ പോലെ നാടാകെ പടർന്നിരുന്നു. പള്ളിപ്പറമ്പിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. അതിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹാജിയുടെ രഹസ്യ സഹായം കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയ അന്യമതസ്ഥരുമുണ്ടായിരുന്നു. ഒരു മിനി ബസ്സിൽ ദൂരെ അനാഥാലയത്തിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരുമെത്തി. കുഞ്ഞുങ്ങൾ ഓരോരുത്തരായി ആ ഖബറിന് ചുറ്റും കൂടി. അവരുടെ കയ്യിൽ റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. ആരും പറയാതെ തന്നെ അവർ ആ ഖബറിൽ പൂക്കൾ അർപ്പിച്ചു. പിശുക്കനെന്ന് നാട് വിളിച്ച മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ കണ്ണീർ പൂക്കൾ. അനന്തൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് വന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും ആളുകൾ വഴിമാറിക്കൊടുത്തു. ഉസ്താദ് അവനെ ചേർത്തു പിടിച്ച് ഖബറിന് ഏറ്റവും അരികിൽ നിർത്തി. മോനെ, ഉസ്താദും, മോനെ, ഇത് നിന്റെ അവകാശമാണ്. ഹാജിയാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അറബിക്കടലിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റ് പള്ളിപ്പറമ്പിലെ മരങ്ങളെ ഉലച്ചു. സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ ഖബറിനു ചുറ്റും ഒരു മനുഷ്യ മഹാസാഗരം രൂപപ്പെട്ടു. തൊപ്പിയിട്ടവരും കുരിശുമാലയിട്ടവരും ചന്ദനക്കുറി തൊട്ടവരും പ്രാർത്ഥനയ്ക്കായി കൈകൾ ഉയർത്തി. അതൊരു സാധാരണ പ്രാർത്ഥനയായിരുന്നില്ല. അതിൽ മതത്തിൻ്റെ അതിരുകളില്ലായിരുന്നു. മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാഥ, സ്വർഗം കൊതിച്ച് ജീവിച്ച ഞങ്ങൾക്ക് സ്വർഗം ഭൂമിയിൽ പണിത ഈ മനുഷ്യനെ മാതൃകയാക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉസ്താദിൻ്റെ ശബ്ദമിടറി. ആയിരക്കണക്കിന് തൊണ്ടകളിൽ നിന്ന് ആമീൻ എന്ന വാക്ക് ഒരേ സ്വരത്തിലുയർന്നു. അത് ആകാശത്തോളം അലയടിച്ചു. ആ പ്രാർത്ഥനയിൽ അനന്തനും കൈകൾ കൂപ്പി. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു, നന്ദി, നന്ദി എൻ്റെ ദൈവമേ. പ്രാർത്ഥന കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞുപോയി തുടങ്ങി. ഒടുവിൽ അനന്തനും ഉസ്താദും മാത്രം ബാക്കിയായി. അനന്തൻ താഴെ മുട്ടുകുത്തിയിരുന്നു. അവൻ ഒരു പിടി മണ്ണെടുത്ത് ആ ഖബറിന് മേലെ വിതറി. ആ മണൽത്തരികൾക്ക് വല്ലാത്തൊരു ചൂടുള്ളതുപോലെ അവന് തോന്നി. ഇവിടെ അവൻ ആ ഖബറിൽ തലവെച്ചു. ഈ മണൽത്തരികൾക്കിടയിൽ എൻ്റെ ദൈവം ഉറങ്ങുന്നു. വിഗ്രഹങ്ങളില്ലാത്ത, ക്ഷേത്രങ്ങളില്ലാത്ത, സ്നേഹം മാത്രം മതമായ ദൈവം. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഇസ്മായിൽ ഹാജിയുടെ ഖബറിന് മുകളിലൂടെ വീശിയ കാറ്റിൽ ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ഒരു വലിയ മനസ്സിൻ്റെ സുഗന്ധം അപ്പോഴും തിങ്ങി നിൽക്കുന്നു. ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു വലിയ മനസ്സിൻ്റെ സുഗന്ധം അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു.